നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത്. ഈ വർഷം സൂര്യൻ മേടം മാസത്തിൽ പ്രവേശിക്കുന്നത് 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:15 അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കാലത്ത് 3:15 സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമണം എന്നൊക്കെ നാം പറയും. ഇതിനെയാണ് ലോക മലയാളികളെല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത്. ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം. എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത്. മേടം 10 10-ാമുദയം. എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്തെ പ്രാധാന്യം? സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു, ചന്ദ്രൻ രാജ്ഞിയാണ്. സൂര്യനാകുന്നു ആത്മപ്രഭാവം, താതശ്ച ആത്മപ്രഭാവ. തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം, പൗരുഷം, പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു, ആത്മപ്രഭാവമുണ്ടാകുന്നു, വ്യക്തിത്വമുണ്ടാകുന്നു. വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ കയറി ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതാണ് ആത്മപ്രഭാവം. സൂര്യൻ രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ. സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവടിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥാ യഃ ശ്രുതൗ വാചം ന സദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ കവടിക്രിയ ആരംഭിക്കുന്നത്. പ്രഭാവമാകുന്നു, വ്യക്തിത്വമാകുന്നു സൂര്യൻ. ഈ സൂര്യൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. നാം ആദ്യമായി ചർച്ച ചെയ്യുന്നു മേടൻ രാശിക്കാരുടെ ഈ സൂര്യൻ്റെ സംക്രമവും അതോടുകൂടി ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരം മേടൻ രാശിക്കാർക്ക് അവരെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഗുണപരമായ എന്തവസ്ഥയാണ് എന്നൊക്കെയാണ് നാം ഇവിടെ രാശിയിൽ ചിന്തിക്കുന്നത്. മേടൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ഉച്ചക്ഷേത്രത്തിലാണ് പ്രവേശിക്കുന്നത്. മേടൻ രാശി സൂര്യൻ്റെ ഉച്ചരാശിയാകുന്നു മേടൻ രാശി. അത്യുച്ചമാകുന്നു മേടം 10. മേടം 10 വരെയാണ് സൂര്യന് അത്യുച്ചം. ഇവിടെ മേടൻ രാശിക്കാർക്ക് 5-ാം ഭാവാധിപത്യമാണ് സൂര്യൻ നൽകുന്നത്. ചിങ്ങൻ രാശിയുടെ ആധിപത്യമുള്ള ഗ്രഹമാണ് സൂര്യൻ. ആ ഗ്രഹമാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്. 5-ാം ഭാവം എന്താണ്? പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമപി ചിന്ത്യം. ബുദ്ധി, പ്രതിഭ, വിവേകശക്തി, നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്, പൂർവികമായി ഉണ്ടാക്കിയ പുണ്യം, തൻ്റെ മന്ത്രങ്ങൾ. ഇവിടെ മന്ത്രത്തിൻ്റെ കാരകനാണ് സൂര്യൻ. മന്ത്രി, മന്ത്രം കൊടുക്കുന്ന ആൾ, ഉപദേശിക്കുന്ന ആൾ.
സന്താനങ്ങൾ, ഇതൊക്കെയാണ് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ 5-ാം ഭാവവുമായി ബന്ധപ്പെടുന്ന മേൽപ്പറഞ്ഞ എല്ലാ ഘടകങ്ങൾക്കും അനുകൂലമാണ് മേടൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ. തൻ്റെ പ്രഭാവം വളരുന്നു, സന്താന ശ്രേയസ് ഉണ്ടാകുന്നു, തനിക്ക് മന്ത്രിപ്പണി ലഭിക്കുന്നു, തനിക്ക് മന്ത്രം ഉപദേശിക്കാൻ കഴിയുന്നു. മാന്ത്രികമായ വിദ്യകളിലൂടെ പഠിച്ചതിലൂടെ ആ സ്വായത്തമാക്കിയ വിദ്യയെ തനിക്ക് പൂർണ്ണമായും ഉപയോഗിക്കുവാൻ ഈ മേടൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ സഹായകരമാകുന്നു. അത്ര ശക്തമാണ് മേടൻ രാശിയിലെ സൂര്യൻ. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം, ആശ്രയഫലം ഇപ്രകാരമാകുന്നു: പ്രതിതശ്ചതുരഃ അടനഃ അല്പവിത്തഃ എന്നാണ്. പ്രതിതഃ പ്രസിദ്ധനാകും, ചതുരഃ സാമർഥ്യം പ്രകടിപ്പിക്കും, അടനഃ സഞ്ചരിക്കും, ക്രിയകേതു ആയുധഭൃത് വിതുംഗഭാഗേ. ക്രിയം എന്നാൽ മേടൻ രാശി, മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ. ആയുധഭൃത് ആയുധത്തെ ധരിക്കുമെന്ന്. ആയുധം സാഹസികതയെ സൂചിപ്പിക്കുന്നു. ആയുധമുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യുവാനോ സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ എന്തു ചെയ്യുന്നു? തനിക്ക് ആയുധം ഉപയോഗിക്കുവാനുള്ള ഒരു കരുത്ത് ലഭിക്കുന്നു, അധികാരം ലഭിക്കുന്നു. വിതുംഗഭാഗേ, വിഗതം തുംഗഭാഗം. മേടം 10 അത്യുച്ഛം. ആ അത്യുച്ഛം എന്ന പോയിന്റ് കഴിഞ്ഞാൽ, മേടം 10 കഴിഞ്ഞാൽ അല്പവിത്ത, സാമ്പത്തികമായിട്ട് ധനം കുറയുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ മേടം 10 വരെ ഒരു വ്യക്തിക്ക് പ്രഭാവത്തിൻ്റെ പൂർണ്ണത പ്രകടിപ്പിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. ഇതാണ് വളരെ സ്പഷ്ടമായി ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം. മേഷേ സസ്വഹ, മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ ഭാവഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് സസ്വഹ. സ്വം അസ്യ അസ്ഥിതി സസ്വഹ, ധനത്തോടു കൂടിയ വ്യക്തിയാവും. അതിനാൽ തൻ്റെ പ്രഭാവത്തിലൂടെ, പൗരുഷത്തിലൂടെ ധനം സമ്പാദിക്കുവാനുള്ള ഒരു ധനാഗമ മാർഗം മേടം രാശിക്കാർക്ക് തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നു. എന്തായാലും തന്നെ പ്രഭാവം, വ്യക്തിത്വം ഉപയോഗിക്കുക, അതിലൂടെ ധനസമാഗമം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ മേടൻ രാശിക്കാർക്ക് കഴിയൂ. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കുക. തനുസ്തോടെ വിസ് തുംഗയിഷ്ടിം വിധത്തെ മനസ്സന്തവേത് ധാരദായാത വർഗാത് വപുപീഡ്യതേ വാദവിത്തേന നിത്യം സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി. തനുസ്ഥ രവിഹി, ലഗ്നത്തിലുള്ള സൂര്യൻ തുംഗയിഷ്ടിം വിധത്തെ, വലിയ വടിയെ പ്രദാനം ചെയ്യുന്നു. അധികാരം തനിക്ക് ലഭിക്കുന്നു, താൻ ഉയർന്നു നിൽക്കുന്നു. ഉയർന്നു നിൽക്കുന്ന വടിയെപ്പോലെ തൻ്റെ പ്രഭാവം, പൗരുഷത്തെ അദ്ദേഹത്തിന് ആചരിക്കുവാൻ കഴിയുന്നു. ഇത് മേടമാസത്തിൽ മാത്രമുള്ള സൂര്യൻ്റെ ഫലമാണ്. മനസ്സന്തവേ ധാരദായാതവർഗാൽ, തൻ്റെ മനസ്സ് ധാരദായാതന്മാർ, ഭാര്യ, ബന്ധുക്കൾ, സന്താനങ്ങൾ, ഇവരെ കൊണ്ട് തപിക്കുക, ദുഃഖത്തെ പ്രാപിക്കുമെന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. കാരണം ലഗ്നത്തിലെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവം ദാമ്പത്യഭാവമാകുന്നു, ഭാര്യാവിഷയമാകുന്നു. പോരാത്തതിന് 5-ാം ഭാവാധിപത്യമുള്ള ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ പല വിഷയങ്ങളിലും ഭാര്യ, സന്താനങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് സാരം. വപുപീഡ്യതേ, ഇദ്ദേഹത്തിൻ്റെ ശരീരം പീഡിപ്പിക്കപ്പെടും. വാദപിത്തേന, വാദവും പിത്തവും കൊണ്ട് ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് സാരം. സവൈ പര്യടൻ, അദ്ദേഹം പര്യടൻ, സഞ്ചരൻ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഞ്ചാരത്തിലൂടെ ഹ്രാസവൃദ്ധി പ്രയാതി, താഴ്ചയും ഉയർച്ചയും ഉണ്ടാകുന്നു. അതിനാൽ എല്ലാ സത്കാര്യങ്ങളും മേടം 10-നുള്ളിൽ, ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 24-ാം തീയതി വരെയുള്ള 10 ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യുകയാണെങ്കിൽ ധാരാളം സമൃദ്ധിയും നല്ല അനുഭവങ്ങളും മേടം രാശിക്കാർക്കുണ്ടാകും. ഇവിടെ സൂര്യൻ മന്ത്രപതിയാകയാൽ നന്നായി ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്രകാരത്തിൻ്റെ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, ശംഖാഭിഷേകം ചെയ്യുക. അവിടെ പിൻവിളക്ക് ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക. മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മേടമാസം പിറന്നാളായി വരുന്നവർക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഒരു മേടമാസക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.